ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇവർ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. രേവതി പറഞ്ഞ ആ തമാശ കേട്ടിട്ട് സച്ചിക്ക് തന്നെ എന്താ പറയാ, ഇതെന്താ ഇവിളി പറയുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം വേറൊന്നുമല്ല ആ തമാശ. ഞാൻ ആന്റണിയുമായി വഴക്കുണ്ടാക്കി അവന്റെ ചെകിട് തീർത്തത് കൊടുത്തു എന്ന്. അത് വലിയ തമാശയാണല്ലോ. അപ്പൊ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആന്റണീനെ. ആന്റണിയുടെ ഗുണ്ടകളോട്, അതായത് ആന്റണിയുടെ കൂട്ടുകാരോട് പറയാണ്, അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവളെ ചെകിടത്തിനിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഒരു തവണയല്ല, 3 തവണ. ഇതിനെനിക്ക് അവളോട് പകരം വീട്ടണം എന്ന് പറഞ്ഞപ്പോ എങ്ങനെ പകരം വീട്ടാനാ ബോസ് ഉദ്ദേശിക്കുന്നത്? വേറെ ഒരു രീതിയിലും അല്ല ഞാൻ പകരം വീട്ടാൻ പോകുന്നത്. അവക്ക് വേണ്ടപ്പെട്ടവരെ തൊട്ടാലേ അവക്ക് വേദനിക്കത്തുള്ളൂ. ഇപ്പൊ സച്ചിയോടുള്ള ദേഷ്യത്തെക്കാൾ കൂടുതൽ എനിക്ക് രേവതിയോടാണ്. അതുകൊണ്ട് അവളെ വേണ്ടപ്പെട്ടവരെ തൊടണം. അതായത് സച്ചിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേദനിക്കും. ഞാൻ സച്ചിക്കിട്ട പണി കൊടുക്കാൻ പോകുന്നത്. അതും വെറും പണിയല്ല, ഒരൊന്നൊന്നര പണി ഞാൻ കൊടുക്കും. അവൾ അത് കണ്ട് വേദനിക്കണം. അവൾ അത് കണ്ട് ഈ ആന്റണിയുടെ മുമ്പിൽ വന്നിട്ട് എന്റെ സച്ചേട്ടനെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കൈകൂപ്പി അപേക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഏതായാലും നമ്മുടെ സച്ചിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആന്റണിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. വീരവാദം മുഴക്കാൻ ഈ പറയുന്ന ആന്റണിക്ക് പറ്റും. പക്ഷെ നമ്മുടെ സച്ചിനെ തോൽപ്പിക്കാൻ ആന്റണിക്ക് എന്നല്ല ആർക്കും പറ്റത്തില്ല. അല്ല, എന്താ പ്ലാൻ? അത് പറയാന്ന് കൂട്ടുകാരന്മാര് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി പറയാണ്, സച്ചി അറിയാതെ അവന്റെ കാറിന്റെ ബ്രേക്ക് ഊരിവിടുക. അതുപോലെ അവന് എവിടെയെങ്കിലും കൊണ്ടിടിക്കും. അപ്പൊ പിന്നെ അവനങ്ങ് തീരും. അവളും അവന്റെ ഒപ്പം പോകും. അവളും വേണം അതിനകത്ത്. അല്ല, കാറിന്റെ കീ ഒക്കെ വേണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ട്? അതപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ നടക്കും. നിങ്ങൾ ഇങ്ങ് വാ. എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്റെ കയ്യില്. ആ പ്ലാന് പോലെ തന്നെയാ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താ ആന്റണീനെ കുറിച്ച് വിചാരിച്ചത്? 2 പേരും ക്ലോസ് ആകണം. 2 പേരും ആ വണ്ടിക്കകത്ത് വേണം. ബ്രേക്ക് കളയണം. ഏതായാലും നേരെ നമ്മുടെ ആന്റണി വിളിക്കാൻ പോകുന്നത് വേറെ ആരെയല്ല, ശ്രുതിനെയാണ്. ശ്രുതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മുടെ ആന്റണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആന്റണിയുടെ കോള്. ഇനി എന്ത് പുലിവാലാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഫോൺ എടുത്തിട്ട്, ഹലോ, എന്താ ആന്റണി? എന്തിനാ ആന്റണി വിളിച്ചത്? അത് പിന്നെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം ശ്രുതി. എന്ത് ഹെൽപ്പാ വേണ്ടത്? അത് സച്ചിയുടെ കാറിന്റെ കീ ഇന്ന് രാത്രി എനിക്ക് കുറച്ച് സമയത്തേന് വേണം. ഒരു 10 മിനിറ്റത്തേന് മതി. കീയോ? അതും സച്ചിയുടെ കാറിന്റെയോ? എന്തിന്? എന്താ ആന്റണി? എനിക്ക് മനസ്സിലാവുന്നില്ല. സച്ചിനെയും അവന്റെ ഭാര്യയെയും ഒരു പാഠം പഠിപ്പിക്കാനും ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. എന്താ ഐഡിയ? അത് പറ. എന്താ ഐഡിയ എന്നൊക്കെ ഞാൻ പറയാം. എനിക്ക് ആ കാറിന്റെ കീ എടുത്തു തരാൻ പറ്റുമോ? ആ, തരാം. കാര്യം പറ. അത് പിന്നെ അവ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലം നിനക്കറിയാമോ? അതെടുത്ത് നീ എനിക്ക് തരണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, എന്ത് ചെയ്യാനാണെന്നൊന്ന് പറ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ആ വീട്ടിലല്ല താമസിക്കുന്നത്. അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്നെ ഇനി ആ വീട്ടിലേക്ക് കേറ്റത്തുമില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാന്. പിന്നെ ഞാൻ എങ്ങനെ അവിടുന്ന് കീ എടുത്ത് നിനക്ക് തരാനാ? എനിക്ക് എന്തായാലും കീ എടുത്ത് തന്നേ പറ്റൂ. നീ വലിയ സൂത്രക്കാരിയല്ലേ. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് നീ ഒന്ന് എടുക്കാൻ നോക്ക്. അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? നിന്നെ അത്രമാത്രം അവർ ഉപദ്രവിച്ചിട്ടില്ലേ? നിന്റെ അമ്മ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ കാരണം ആരാ? സച്ചിൻ രേവതിയല്ലേ? അപ്പൊ നിനക്ക് അവരോട് ദേഷ്യമൊന്നുമില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അവനോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരമാണ് ശ്രുതി. അത് നീ ആയിട്ട് കളയരുത്. ഇത് മാക്സിമം വിനിയോഗിക്കണം. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ വീട്ടില് കയറി പറ്റാന്നൊക്കെ പറഞ്ഞാൽ, കീ എടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് ഇത്തിരി ബുദ്ധിമുട്ടാ ആന്റണി. എന്നാലേ ഞാനൊരു കാര്യം പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്. ആ നവീൻ ദാസ് ഇറങ്ങിയിട്ടുണ്ട്. ആ, ക്യാഷ് ആവശ്യപ്പെട്ട അവൻ പിന്നെയും നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ നിനക്ക് ഓടി വന്ന് സഹായം ചോദിക്കാനേ അല്ല ഞാനല്ലേ കാണത്തുള്ളൂ. നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ഒന്ന് ഇരുത്തിയും നടത്തിയും കിടത്തിയും ഒക്കെ ചിന്തിച്ചു നോക്ക്. ഞാനുണ്ടെങ്കിൽ ഒരു ശല്യവും അവനെ കൊണ്ട് നിനക്ക് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. സച്ചിന്റെ കാറിന്റെ കീ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആന്റണീനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു. ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. ശ്രുതിക്കും എന്ത് ചെയ്യാൻ പറ്റും? അകത്തേക്ക് കയറാനും പറ്റത്തില്ല. ഇതിപ്പം വലിയ ഗുലുമാലാവുകയും ചെയ്യും. നവീൻ ദാസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. എന്തായാലും നമ്മുടെ ശ്രുതിക്ക് തലവേദന. എങ്ങനെ കാറിന്റെ കീ എടുക്കാൻ ഇങ്ങനെ നിന്നാലോചിച്ച് തലപുകഞ്ഞ് ചിന്തിക്കുകയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
എന്തോ ഒരു വഴി നമ്മുടെ ശ്രുതിക്ക് കിട്ടി. ശ്രുതി നേരെ ഓടി പോവുകയാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? നമ്മുടെ ഭാമയുടെ അടുത്തേക്ക്. ഭാമയാണല്ലോ ശ്രുതിയുടെ ഇപ്പോഴത്തെ കച്ചിത്തുരുമ്പ്. നേരെ ഭാമയുടെ വീട്ടിൽ ചെന്ന് ഗോളുമ്പലടിച്ചു. ഭാമ തൂത്തുവാരിയൊക്കെ ആയിരുന്നു. ഭാമ ചെന്ന് ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പോൾ ഭാമ ഞെട്ടിപ്പോയി. നമ്മുടെ ശ്രുതി വരുന്ന ഒരു ഞെട്ടലാണല്ലോ. അങ്ങനെ ഭാമ ചോദിച്ചു, എന്താടി നിനക്ക് വേണ്ടത്? നീ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ആന്റി ആന്റി നല്ല ദേഷ്യത്തിലാണല്ലോ. എന്താ ആന്റി? ഞാൻ നല്ല ദേഷ്യത്തില. നീ കാണിച്ചു കൂട്ടിയത് അതൊക്കെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ആ ഞാനേ എന്തെങ്കിലും പറഞ്ഞ് ആന്റീനെ തണുപ്പിക്കണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിൽ കരഞ്ഞിട്ട്, ആന്റി എനിക്ക് വേറെ ആരുമില്ല ആന്റി, ആന്റി എനിക്ക് വേറെ വീടില്ല, കാണാൻ വേറെ ആരുമില്ല, എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ആന്റി അല്ലേ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ആന്റി. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത്? ഇനി കേൾക്കാൻ ഒന്നുമില്ല. നീ കാരണം ഞാനാ ഇപ്പം അപമാനപ്പെട്ടിരിക്കുന്നത്. നീ പറയുന്നതിനനുസരിച്ചാ ഞാൻ നിന്റെ അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് ഗർഭിണിയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഒടുക്ക ആരായി? ഞാനായില്ലേ കുറ്റക്കാരി. എന്തിനാടി നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു കൂട്ടുന്നത്? അത് പിന്നെ എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ ആന്റി. എന്നോട് ക്ഷമിക്കുക ആന്റി, പ്ലീസ് ആന്റി. ഇല്ല, ക്ഷമിക്കത്തില്ല. ആരോട് ക്ഷമിച്ചാലും നിന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് കാലയിലങ്ങ് വീണു കേട്ടോ. കാലയിലങ്ങ് വീണപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, കാലേ വാരി തറയില് അടിക്കാനല്ലേ നീ എന്റെ കാലയിൽ വീഴുന്നത്? കള്ളത്തിനല്ലേ നിന്നെ പുറത്താക്കിയത്? വീണ്ടും നീ ആ കള്ളം തന്നെയല്ലേ ചെയ്തത്? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ആന്റി, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. എനിക്ക് മനസ്സിലാവുന്നില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, എന്താ ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത്? നീ എന്തിനാ എന്നെ കൂട്ടുപിടിക്കുന്നത് എല്ലാത്തിനും? എനിക്ക് വേറെ ആരും ഇല്ലാത്തോണ്ടല്ലേ ആന്റീനെ ഞാൻ കൂട്ടുപിടിക്കുന്നത്. ഓ അത് ശരി, ഒരിക്കൽ നീ ജയിലിൽ പോകുമ്പം എന്നെയും കൂടെ കൂട്ടുമല്ലേ? അതല്ലേ നിന്റെ പരിപാടി? അതല്ല ആന്റി, എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ കള്ളം പറഞ്ഞത്. എന്നോട് ക്ഷമിക്കാം ആന്റി. ആർക്കും ഉപദ്രവമില്ലാത്ത കള്ളം പറയാന്ന് ആന്റി എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനി അതുകൂടെ എന്റെ തലയിലേക്ക് കിട്ടോ. നീ ഇപ്പം എന്തിനാ വന്നത്? ക്ഷമ ചോദിക്കാനാണോ? അത് അത് പിന്നെ ക്ഷമ ചോദിക്കണം ആന്റിയോട്, ക്ഷമ ചോദിക്കണമല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ആന്റിയോട് പറയുമ്പം എന്ത് കാര്യമാ ഇനി? അടുത്ത എന്ത് കാര്യമാ ഇനി? വേറെ ഒരു കാര്യവും എന്നോട് പറയണ്ട. എന്നെ ഉപദ്രവിക്കാതെ നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അത് മതി. ആന്റി അങ്ങനെയൊന്നും പറയല്ലേ. എന്നെ സഹായിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ലല്ലോ. ഓ അപ്പം വീണ്ടും സഹായത്തിനായിട്ട് വന്നതാണല്ലേ? ദേ ശ്രുതി, ഞാനില്ലാട്ടോ, നീ പോകാൻ നോക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എനിക്ക് മരിക്കേണ്ടി വരും ആന്റി. ഞാൻ മരിക്കും, ഞാൻ മരിക്കും, അതുറപ്പാ. ദേ ഈ ഈ ഫാനില് അല്ലെങ്കിൽ ആ ഉത്തരത്തില് കെട്ടി തൂങ്ങി ഞാൻ ചാകും ആന്റി. അപ്പോഴത്തേക്കും ഭാമയ്ക്ക് ചെറിയ പേടി വന്നിട്ട്, എന്താ കൊച്ചേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മരിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഞാൻ ഈ ഫാനിൽ കെട്ടിത്തൂങ്ങിയല്ലേ മരിക്കുന്നത്. അപ്പോഴും എന്റെ ഭാമയാന്റിയുടെ അടുത്ത് ഞാൻ ഉണ്ടല്ലോ. മരിച്ചാലും ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവൂല്ലോ, ഭാമയാന്റിയുടെ കൂടെ എന്നും. എന്നെ ആന്റിയെ എനിക്ക് കാണാമല്ലോ. ആന്റി എന്നെയും പൊന്നുപോലെ നോക്കും, ഞാൻ ആന്റിയും പൊന്നുപോലെ നോക്കും. പ്രേതമാണെങ്കിലും എനിക്കും ആന്റിനെ കാണാൻ പറ്റൂലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമയ്ക്ക് പേടി കൂടി കേട്ടോ. ഭാമ വീണ്ടും ഓർക്കുകയാണ് നമ്മുടെ ശ്രുതി കയറിട്ട് കെട്ടി തൂങ്ങാൻ വേണ്ടി കേറുന്നതൊക്കെ. ആകെപ്പാടെ ഞെട്ടലും വിറയലുമാണ് ഭാമയ്ക്ക്. ഭാമ ഒരൊറ്റ ഞെട്ടി അയ്യോ എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്നിട്ട്, എന്ത് പറ്റി ആന്റി, എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, നിനക്ക് ഇന്ന് എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത്? അത് പറ. അതെ, എനിക്ക് സച്ചിയുടെ കാറിന്റെ കീ ഒന്ന് എടുത്തു തരണം. അല്ലെ, എന്തിനാ സച്ചിയുടെ കാറിന്റെ കീ? കാർ ഓടിക്കാനോ? ആ അതിനൊന്നും അല്ല ആന്റി. എനിക്ക് ഒരാവശ്യമുണ്ട്. അന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് കാർ കയറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് സച്ചിയല്ലേ? അപ്പൊ എന്റെ ബാഗ് അവന്റെ കാറിന്റെ ഡിക്കിയിലാ വെച്ചത്. ഞാൻ വീട്ടിലേക്ക് വരുമ്പം അതെടുക്കാൻ മറന്നുപോയി. പിന്നെ അവനെ വിളിച്ച് ചോദിച്ചപ്പോ തരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം അതിലാ, എന്റെ എല്ലാ പ്രൂഫും അതിലായിരിക്കുന്നത്. പ്ലീസ് ആന്റി, എനിക്കിത് ആവശ്യം. ആന്റിക്ക് അറിയാലോ അവന്റെ സ്വഭാവം. ആ ബാഗിലെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആവശ്യങ്ങൾക്കെല്ലാം കാര്യമായ പ്രൂഫ് എല്ലാം അതിനകത്താ ഉള്ളത്. പിന്നെ സ്വർണത്തിന്റെ കുറെ വളയും മാലയും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കീ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഡിക്കി തുറന്നിട്ടെല്ലാം എടുക്കാമല്ലോ. ആന്റി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആന്റി അതുപോലെ ചെയ്താൽ മതി. ആന്റി ഒരു സന്ധ്യ സമയത്ത് അവന്റെ വീട്ടിലേക്ക് പോകണം. വർഷ പ്രഗ്നന്റ് ആണല്ലോ. അപ്പൊ അവളെ കാണാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നാൽ മതി. കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ മേടിച്ചോ. പിന്നെ സച്ചി വരുന്നത് വരെ അവിടെ നിൽക്കണം. അവൻ കാറ് ഒതുക്കിയ ശേഷം അവൻ ആ കീയെ ഒരിടത്ത് വെക്കും. അത് എവിടെയാണെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയട്ടെ? ഞാൻ പറയാം.
പിന്നെ ആന്റിക്ക് സ്വന്തം വീട് പോലെ ആണല്ലോ അത്. അപ്പം ഏത് മുറിയിലും കയറി ചെല്ലാനുള്ള അവകാശം ഉണ്ടല്ലോ. ആ കീയ് ദേ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഞാൻ ആ ജംഗ്ഷന്റെ അവിടെ നിൽക്കാം. ഏതായാലും പെട്ടെന്ന് കീ എടുത്തുകൊണ്ട് തന്നാ മതി എനിക്ക്. കുറച്ച് കഴിയുമ്പോൾ ഞാനത് തിരികെ തരാം. അത് കൊണ്ട് വെക്കണം. അല്ല, എന്തിനാ നീ കീ എടുക്കുന്നത്? നിന്റെ ബാഗ് തരാൻ വേണ്ടി ഞാൻ അവനോട് സംസാരിച്ച പോലെ. ശ്രുതി, വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി സംസാരിച്ചാല് ഇനിയിപ്പൊ ആന്റി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. അത് ശരിയാണല്ലോ ശ്രുതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാന് ഡിക്കി തുറന്ന് ബാഗ് എടുത്തതിന് ശേഷം ആ കീ അവിടെ കൊണ്ടുപോയി വെച്ചാൽ പോരെ, ഞാൻ നിനക്ക് ബാഗ് എടുത്തോണ്ട് തരാം. അയ്യോ ആന്റി, ആന്റി ബാഗ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടെ പിന്നെ തീർന്നു. പിന്നെ ആന്റിക്ക് ആ വീട്ടിൽ പോകാൻ പറ്റുമോ? പ്ലീസ് ആന്റി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് ആന്റി. ആന്റി അല്ലാതെ വേറെ ആരുമില്ല. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമല്ലേ ആന്റി. പ്ലീസ് ആന്റി, പ്ലീസ് ആന്റി, പ്ലീസ് ആന്റി. ദേ ആന്റി എന്നെ ഒന്ന് സഹായിക്കേണ്ട. ചക്കരി ആന്റി അല്ലേ? ആ, സഹായിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മേളിലേക്ക് നോക്കിയിട്ട് ഫാനില്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ വീണ്ടും പേടിച്ചു പോയിട്ട്, സത്യം പറഞ്ഞ ഈ ലോകത്തിൽ ഇങ്ങനെയും പൊട്ടികളുണ്ടോ എന്ന് നമ്മൾ ഓർത്തു പോകും കേട്ടോ. ഇതുപോലെ പൊട്ടിയാണോ നമ്മുടെ ഭാമ? ഒരാള് സ്വന്തം വീടിനകത്ത് തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പം അത് കേട്ട് പേടിച്ചെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടാ. പിന്നെ കഥയല്ലേ, കഥയിൽ ചോദ്യമില്ലല്ലോ. ഏതായാലും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഭാമ ചിന്തിക്കുന്നുണ്ട്, ഡിക്കിയില് അവളുടെ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ, അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യാനാണോ? ഉഫ്, ഞാൻ കീ എടുക്കുന്നത് വീട്ടിലുള്ളവർ കണ്ടാൽ അത് പ്രശ്നമോ? എടുത്തു കൊടുത്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമാകും. അയ്യോ എന്റെ പൊന്നു ഭഗവാന്, ഇത് എന്തൊരു പരീക്ഷണമാ ഇത് എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർഷേനെയാണ് കേട്ടോ. വർഷ എന്തൊക്കെയോ വായിച്ച് 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 അവിടെ ഒരു സെറ്റി ഉണ്ടായത്, അതിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. നമ്മുടെ രേവതി ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോഴത്തേക്കും സെറ്റിൽ കിടന്ന് നമ്മുടെ വർഷ ഭയങ്കര ഉറക്കം. അപ്പൊ നമ്മുടെ രേവതി പാവം, നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു, സെറ്റി കിടന്ന് ഉറങ്ങിയതാ തോന്നുന്നു പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ വർഷയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അങ്ങനെ പതുക്കെ ആ പുസ്തകം അങ്ങ് എടുത്ത് കയ്യിൽ നിന്ന് ഇങ്ങനെ മാറ്റി പതുക്കെ അവിടെ നമ്മുടെ വർഷയുടെ കൈയൊക്കെ പിടിച്ചു വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് രവീന്ദ്രൻ കയറി വന്നു. രവീന്ദ്രൻ കയറിട്ട് മോളെ അതുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ, വായിച്ചു വായിച്ചു കിടന്ന് ഉറങ്ങിപ്പോയതാ. ഞാനിപ്പം പുസ്തകമൊക്കെ മാറ്റിയെടുത്തിട്ട് നേരെ കിടത്തിയതേ ഉള്ളൂ. മിണ്ടണ്ട, ഉറങ്ങിക്കോട്ടെ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ അല്ലേ മോളെ? അതെ അതെ ഉറങ്ങട്ടെന്നേ. അല്ല അച്ഛൻ എന്താ പറയാൻ വന്നത്? അത് പിന്നെ ഞാനേ അശോകന്റെ കാര്യം പറയാൻ വന്നതാ. അവിടുത്തെ കൊച്ചേ നിന്നെ വിളിക്കാൻ പറഞ്ഞായിരുന്നു, നിന്നോട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. അതിനാ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ഓടി വന്നിട്ട് ഇവളെന്തായി കാണിക്കുന്നത്? സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് കിടന്ന് ഉറങ്ങുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അമ്മയും മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുക, എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടല്ലേ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര ഒന്നും മിണ്ടല്ലേ, ചന്ദ്ര ആ കൊച്ചു അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, അതിനൊന്നാമത് ക്ഷീണമാ, അതിന് ക്ഷീണമല്ലേ, നീ ഒന്ന് അടങ്ങിയിരിക്കുക. ഓ, എന്റെ അടയ്ക്കാൻ മാത്രം രേവതി നീ നീ വളർന്നോ? നീ അത്രയ്ക്കായോ? എന്റെ പൊന്നി ചന്ദ്രൻ, ആ പെങ്കൊച്ച് ഉറങ്ങുമല്ലേ, അതുകൊണ്ടല്ലേ രേവതി നിന്റെ അടപ്പിച്ചത്. സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ആരും ഉറങ്ങാൻ പാടില്ല, അത് ആരും ഉറങ്ങിയാലും മോശമാ. അത് പിന്നെ അവള് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതല്ലേ. എനിക്ക് ക്ഷീണം. ഒരുത്തി അവളെ തലയെ കൊണ്ട് നടക്കണം. എടി താഴെ ഇറക്കടി അവളെ. അതെ, അവളെ ഞാൻ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടമ്മേ. എന്ത് കാരണം? അപ്പോഴത്തേക്കും പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ഒച്ച കേട്ടത് നമ്മുടെ വർഷം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കേട്ടോ. അപ്പൊ രേവതി ഉണർന്നോ? എന്റെ ദൈവം, ഇതാരാ ഈ സമയത്ത്? അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും മോള് പോയി നോക്ക്. വർഷം എണീറ്റല്ലോ. അതെ അച്ഛ, വർഷം എണീറ്റു. ആരാണെങ്കിലും നല്ല സമയത്താ വന്നത്. ആരാണോ ഈ ഒരു സമയത്ത് കലി വരുന്നുണ്ട്? അപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അടിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ ഒന്ന് തുറന്നു കൊടുക്കുക, അല്ലെ ആരാണെങ്കിലും ആ വീട് ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യുക, നീ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ചേച്ചി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്ര വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമേനെ കണ്ടതും, അല്ല ഭാമേ, നീ എന്ത് ഈ സമയത്ത്, അതെന്താ എനിക്ക് ഈ സമയത്ത് വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഏതായാലും അകത്തേക്ക് കയറി വന്നു. രവീന്ദ്രൻ ഭാമയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഭാമ വന്നിട്ട്, അതേ മോളെ വർഷേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ, കുറച്ച് പലഹാരമൊക്കെ മേടിച്ചിട്ട്. താങ്ക്സ് ആന്റി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഭാമേ, ഈ കോളും ബില്ലും ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, ഞങ്ങൾക്ക് ചെവിയൊക്കെ കേൾക്കാം. അത് പിന്നെ രവിയേട്ടാ, ഒരു തവണ അടിക്കാൻ വേണ്ടി സ്വിച്ച് അമർത്തിയതാ, വിറയല് കാരണം തുടരെ തുടരെ അടിച്ചു പോയതാ. വിറയലോ? എന്തിനു വിറയല്? അപ്പൊ രേവതി ചോദിച്ചു, അതെ എന്തിനാ വിറയല്? ആന്റിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല എനിക്ക്. ഒരു ചെറിയ അല്ല, ചെറുതായിട്ടെ ഒരു വിറയലേ, അത് അസുഖമല്ലെന്നേ. എന്നാ പിന്നെ ആന്റി ഇരിക്കും അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് രേവതി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയി ചായ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര പറഞ്ഞു, നീ എവിടെ ഇരിക്കണീന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മുടെ ഭാമ അവിടെ ഇരുന്നു. ഭാമ അവിടെ ഇരുന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എന്റെ ദൈവമേ, പേടിച്ചിട്ട് വിറയ്ക്കുക. അയ്യോ, കുറ്റബോധം വേറെയും. ദൈവമേ, ഇനി എന്ത് ചെയ്യും? മാത്രമല്ല, സച്ചി വരുന്നത് വരെ ഇവിടെ ഇരിക്കണമല്ലോ. അപ്പൊ തന്ത്രപൂർവ്വം എന്തെങ്കിലും സംസാരിച്ച് ഇവിടെ ഇരിക്കാം, ഇല്ലെങ്കിലേ ഇവർക്ക് സംശയം തോന്നുന്നു. അപ്പൊ ചന്ദ്ര ഭാവനെ നോക്കിയപ്പോഴത്തേക്കും വല്ലാതെ എന്തോ തോന്നി കേട്ടോ. അപ്പൊ ചന്ദ്ര ചോദിച്ചു, അല്ല നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? നീ എന്താ ഈ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ചന്ദ്രേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാവ വിഷയം മാറ്റി വിടുകയാണ്. അത് പിന്നെ വർഷേ, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ? ആന്റി കൊണ്ടുവന്ന പലഹാരമൊക്കെ കഴിക്കണം കേട്ടോ. നീ സുഖമായിട്ട് ഇരിക്കണേ. പിന്നെ ദേ ഒത്തിരി പണിയൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ല രേവതി, സച്ചി വരാൻ കുറെ നേരം എടുക്കുവോ? ആ, അത് പിന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ ചിലപ്പം വൈകും. അടുത്തൊക്കെ ആണെങ്കിൽ നേരത്തെ വരും ആന്റി. അല്ല, അതെന്താ ആന്റി, സച്ചേട്ടനെ തിരക്കിയത് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ഞാന് വെറുതെ. അല്ല, വന്ന സ്ഥിതിക്ക് അവനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. മറ്റുള്ളവരെ പോലെയല്ല, സച്ചിനെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനമാ. അതും കൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവനെ നോക്കി പേടിപ്പിക്കുകയാണേ. ഇതിൽ ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, ആന്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ തരട്ടെ? ചായ വേണ്ടെന്ന് പറഞ്ഞാലും മര്യാദയാണല്ലോ ചായ തരേണ്ടത്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയി കേട്ടോ. ഈ സമയത്ത് വർഷ പറഞ്ഞു, അതെ ഞാനും പോവുകയാണ്, എനിക്ക് കയറി കിടക്കാൻ തോന്നുവാണ്, നല്ല ക്ഷീണം തോന്നുക എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും അകത്തേക്ക് പോയിട്ട് ആ പലകാരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ചന്ദ്രയും ഭാമയും മാത്രമാണ് അവിടെ ഉള്ളത്. ഈ ഭാമയുടെ ഈ വേർക്കരും പരമേശ്വരും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ. മാത്രമല്ല, സച്ചിനെ പൊക്കി പറഞ്ഞത് ഇഷ്ടപ്പെട്ടുമില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല നീ എന്തിനാടി സച്ചിനെ പറഞ്ഞത്? കാണുമ്പോ സന്തോഷം കിട്ടാൻ മാത്രം അവൻ എന്താടി നിനക്ക് തരുന്നത്? അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, അവള് കേൾക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഭാമ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി വരുന്നുമില്ല. സച്ചി വന്നിട്ടേ പോകാനും പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ സുതിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ചുറ്റുമൊക്കെ കൂടി നിൽക്കുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി എത്തിയത്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ചന്ദ്രയോടല്ല ഭാമയോട്, അല്ല ശ്രുതിനെ കാണാറുണ്ടോ? അവള് വീട്ടിലേക്ക് വരാറുണ്ടോ? ഞാൻ കാണാറൊന്നുമില്ല. അവളെ ഞാൻ വീട്ടിൽ കയറ്റുവോ? ഇല്ലാന്ന്. അപ്പൊ നമ്മുടെ സച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, ഓ, അത് കള്ളം, അത് വെറും കള്ളം. വീട്ടിൽ കയറ്റാറില്ല പോലും. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആന്റിയുടെ വീട്ടിൽ കയറും. ആന്റി എന്തിനാ ഈ നുണ പറയുന്നത്? ഇല്ലില്ല, ഞാൻ അവളെ കാണാറില്ല. അല്ല, ആന്റി ആണല്ലോ അവള് പ്രഗ്നന്റ് ആണെന്ന് ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ വീട്ടിൽ കയറ്റിയിട്ടാണല്ലോ അവള് പറഞ്ഞത്. അത് പിന്നെ ടൗണിൽ വെച്ച് യാദർശികമായിട്ട് കണ്ടപ്പോ പറഞ്ഞതാ. ഓ, ടൗണിൽ വെച്ച് യാദർശികമായി കണ്ടു. എന്തിനാ ആന്റി നുണ പറയുന്നത്? അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഒരിക്കൽ കണ്ടതോ കണ്ടു. ഇനി നിന്റെ വീട്ടിലങ്ങനെ അവളെ കയറ്റിന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവിടം കൊണ്ട് അവസാനിപ്പിക്കും, അവിടം കൊണ്ട് ക്ലോസ് ചെയ്യും. മാത്രമല്ല, നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. ഓ, നീ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ, ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ അവളെ ഒഴിവാക്കി വിട്ടതാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അവള് വീട്ടിൽ വന്നാൽ കേറ്റത്തില്ലെന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇന്ന് താക്കോലിട്ട് ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ. ഭയങ്കര കറക്കല്. ആ താക്കോലിൽ തന്നെ നമ്മുടെ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭാമയുടെ ലക്ഷ്യം ആ താക്കോലാണല്ലോ. എന്നിട്ട് ഭാമ മനസ്സിൽ വിചാരിക്കുക, ഇനി ഇവന് കീ എവിടെയായോ കൊണ്ടുവെക്കുന്നത്, എടുക്കാൻ പറ്റത്തില്ലേ? എടുത്ത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നവും ആവൂലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ രേവതി വന്നു. രേവതി ഭാമേനെ തന്നെ ശ്രദ്ധിക്കാണ് കേട്ടോ. അപ്പൊ ഭാമയോട് ചോദിച്ചു, എന്താ ആന്റി ആലോചിക്കുന്നത്? വന്നപ്പോ പോലും ഞാൻ ശ്രദ്ധിക്കുക. ആന്റിക്ക് എന്തോ ടെൻഷൻ പോലെ. ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. അല്ല, ടെൻഷനുണ്ട്, വന്ന് കയറിയപ്പോഴേ ഉണ്ട് എന്ന് സച്ചി. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല നീ കാണാൻ കാത്തിരുന്ന ആള് വന്നല്ലോ, ഇനി നിനക്ക് പൊക്കൂടെ? സമയം കുറെ ആയില്ലേ നീ വന്നിട്ടെന്ന്. അപ്പൊ രേവതി പറഞ്ഞു, എന്റെ സച്ചേട്ടാ, ആന്റി നേരത്തെ വന്നതാ, സച്ചേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നത്. എന്നെ കണ്ടിട്ട് പോകാനോ? എന്തിന്? അതുവല്ലാത്ത കൂട്ടായി പോയല്ലോ. അതെ, സച്ചേട്ടനെ കാണുമ്പോ മനസ്സിന് എന്തോ വലിയ സന്തോഷം തോന്നുന്ന ആന്റി പറയുന്നത്. അങ്ങനെ ആന്റി പറഞ്ഞോ? അതെ, എനിക്ക് അങ്ങനെ തോന്നും. അപ്പൊ സുധി ചോദിച്ചു, ഇവനെ കാണുമ്പോ സന്തോഷം തോന്നുന്നോ? വെറുതെ ഓരോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാതെ ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അങ്ങ് കയറി പോയിട്ടോ. സുധിക്ക് ഒരു കോമഡി ആയിട്ടാ തോന്നിയത്. അപ്പൊ നമ്മുടെ സച്ചി, ആന്റി അങ്ങനെ പറഞ്ഞല്ലേ, അപ്പൊ ആന്റി സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, ആന്റി സച്ചേട്ടനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞത്? ഒരാവശ്യമില്ലാതെ ഒരാളെ കുറിച്ച് നല്ലത് പറയുകയും പുകഴ്ത്തുമൊക്കെ ചെയ്താലേ അവരെ സൂക്ഷിക്കണം എന്നാ പറയുന്നത്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല അത്രേ. അവര് വെറും കള്ളികളും അല്ലെങ്കിൽ കള്ളന്മാരായിരിക്കുന്നു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, കിട്ടിയല്ല, കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവരെ വായിലിരുന്ന് മുഴുവൻ നീ കേട്ടല്ലോ ഭാമേ. സമാധാനം ആയല്ലോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, ആന്റി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല കേട്ടോ, സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെയൊക്കെയാണെന്നേ. രേവതി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, നീയെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കേ, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു. ആ ഷെൽഫിലെ താക്കോല് കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കഴിക്കാനല്ല, ഫ്രഷ് ആകാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, ആന്റി അവിടെ ഇരിക്കാൻ ആന്റി എന്ന് പറയുകയും ചെയ്തു. ഏതായാലും ആ താക്കോല് കറക്റ്റ് ഇരിക്കുന്നത് എവിടെയാന്ന് നമ്മുടെ ഭാമ കാണുകയും ചെയ്തു.
ഓടിച്ചെന്ന് നമ്മുടെ ഭാമ ആ താക്കോൽ എടുക്കുകയും ചെയ്തു. ഏതായാലും ഭാമയുടെ കയ്യിൽ താക്കോല് കിട്ടി. ഭാമയ്ക്ക് വേണ്ടത് താക്കോല് തന്നെയാണല്ലോ. ഏതായാലും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നതും ആ താക്കോൽ അവിടെ പെട്ടെന്ന് തന്നെ വെച്ച് കേട്ടോ. കാരണം അതിനുള്ള സാവകാശം കിട്ടിയില്ല. ഏതായാലും നമ്മുടെ ഭാമ ആ താക്കോൽ എടുക്കുമായിരിക്കും അല്ലേ. കാത്തിരുന്ന് കാണാം. എല്ലാവരും കാത്തിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.